ഈ സ്ട്രീറ്റ് വളരുന്ന ജീവികളുടെ കാര്യം വളരെ കഷ്ടമാണ്. ആരും ഒരു ഭക്ഷണവും ഒന്നും കൊടുക്കില്ല. മനുഷ്യൻ തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണക്കാരൻ. കാരണം ഈ പെറ്റ് ഷോപ്പുകളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് കളിക്കാനൊക്കെയുള്ള രീതിയിൽ ഈ പെറ്റുകളെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി 1 മാസം 2 മാസമൊക്കെ കഴിയുമ്പം അവരെ എടുത്ത് പുറത്ത് സ്ട്രീറ്റിലേക്ക് വിടും. വീട്ടിൽ ബുദ്ധിമുട്ടാകുമ്പം സ്ട്രീറ്റിലേക്ക് വിടുന്നതാണ്. അത് വളരെ ശരിയല്ലാത്ത കാര്യമാണ്. തമാശയ്ക്ക് വേണ്ടി ജീവനാണ് കഷ്ടപ്പെടുത്തുന്നത്. അത് ഈ കൊടും ചൂട് സമയത്ത് ഈ പുറത്തേക്ക് ഇറക്കി വിടുന്ന പെറ്റ്സുകളൊക്കെ ബ്രീഡ് ഐറ്റംസും സാധനങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അവർക്ക് വളരെ കഷ്ടതയേറിയ ഒരു സാഹചര്യത്തിലാണ് അവർ വളരുന്നത്. അവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് വളരെ മോശമായ കാര്യമാണ്. ശരിയല്ല. മനുഷ്യന് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യൻ്റെയും മനസ്സിൽ കുറച്ചെങ്കിലും വേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കും അങ്ങനെ ഒരു സാഹചര്യം ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. ഏത് ജീവികളോടായാലും ആരോടായാലും നമ്മൾ പെരുമാറുമ്പോൾ അതിനൊരു ഒരു ലിമിറ്റ് വെച്ച് വേണം മനുഷ്യൻ ചെയ്യാൻ എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും ആ രീതിയിലേക്ക് കരുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചെങ്കിലും ഒരു മാനുഷിക പരിഗണന മറ്റ് സഹജീവികളോട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഞാൻ ആ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളായിട്ടും വളരെ നല്ല രീതിയിൽ ഈ ജീവികളെ പരിപാലിച്ചു പോകുന്ന ഒരു സെറ്റപ്പാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇത്രയും നാളും. അത് വളരെ ശരിയല്ലാത്തൊരു കാര്യമാണ്. ഇത് നോക്കുന്നത് സ്ട്രീറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൂച്ചകൾ എല്ലാം എവിടെയും നടക്കുക. ആരും ഒരു ഭക്ഷണം ഒന്നും കൊടുക്കില്ല. അതൊക്കെ ഈ കച്ചറ ബോക്സുകളും കൊണ്ടുവരുന്നതൊക്കെ കഴിക്കാം. ഇത് അവരുടെ കൃഷി കൊണ്ട് വരുന്നതല്ല. മൂന്ന് കഷ്ടപ്പെട്ട് ജീവിക്കാൻ ഈ ചൂട് സമയത്ത്. പക്ഷെ അത് നമ്മുടെ ജനമാണ് ഇതിൻ്റെ കാരണക്കാരൻ. മീൻ കൊടുക്കാണ് എന്നും വൈകിട്ട് ഇതേപോലെ ഇവർക്ക് കൊടുക്കുന്നതാണ്. വെറും കുഞ്ഞായിട്ടിരുന്നപ്പോൾ മുതലേ ഞാൻ ഇവർക്ക് ഈ മീൻ കൊടുത്തു തുടങ്ങിയതാണ്. ഇപ്പം ഇത്രയും വലുതായി. ഡെയിലി അവരെന്നെ കാത്തവിടെ നിൽക്കുന്നതാണ്. ഞാൻ അവരെ എന്നും വൈകിട്ട് മീനും വാങ്ങി ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇവർക്ക് കൊണ്ടിട്ട് കൊടുക്കുന്നതാണ് ഡെയിലി. അവർ കൊടുത്തില്ല, അവരിങ്ങനെ നോക്കി നിൽക്കുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ എന്നും അവിടെ കറക്റ്റ് അവിടെ എത്തിയിരിക്കും ആ സമയത്ത്. അങ്ങനെയാണ് ഇതേവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരുടെ അമ്മയെ സ്പ്രേ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഈ സ്ട്രീറ്റ് ക്യാറ്റ് വലിയ ഇഷ്യൂ ആവുന്നത് കൊണ്ടാണ് ഞാൻ ഈ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇത് ചെയ്യാറുണ്ട്. അതിനെ സ്പ്രേ ചെയ്ത് വിട്ടു. അപ്പോൾ ഇനി അത് വീണ്ടും പ്രഗ്നൻ്റ് ആവില്ല. അവരുടെ അമ്മ ഈ കുഞ്ഞുങ്ങളും ചെറുതായിട്ട് വളർന്നു വരുന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കുറച്ചുകൂടെ വളർന്നു വന്നു കഴിയുമ്പം ഇതിൽ ഒരാൾ പെണ്ണാണ്, ഒന്ന് ആണാണ്. ഒരാളെ പെണ്ണിനെ കൊണ്ടുപോയി സ്പ്രേ ചെയ്യണം, ആണിനെ ന്യൂട്രലും ചെയ്യണം. പിന്നെ അവർക്ക് ഇനിയും മുന്നോട്ട് തലമുറകളുണ്ടായി വരില്ല. ഈ സ്ട്രീറ്റ് ക്യാറ്റിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കുറയ്ക്കാതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന മനസ്സിൽ. പക്ഷേ ആരും അത്ര ഒരു കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ നൽകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ഈവൻ ഷാർജയിലായാലും ദുബൈയിലായാലും അബുദാബിയിലായാലും ഒക്കെ ഞാൻ മാക്സിമം എൻ്റെ ഹോളിഡേയ്സുകളൊക്കെ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. 6 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിപ്പോൾ ഇത്. മാക്സിമം സ്ട്രീറ്റ് ക്യാറ്റ് കുറയ്ക്കുക, അതുപോലെ ഇതിനെ കഷ്ടപ്പെടുന്ന ഭക്ഷണം കൊടുക്കുക തൽക്കാലം. കാരണം ഇതിൻ്റെ തലമുറകൾ കൂട്ടാതിരിക്കുക മാക്സിമം. കാരണം ഒരുപാട് ഇത് പുറത്ത് വരുമ്പം നമുക്ക് വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഉള്ള ജീവികളെ മാക്സിമം സ്പ്രേ ചെയ്യുകയും ന്യൂട്രൽ ചെയ്യുകയൊക്കെ ചെയ്ത് അവരെ രക്ഷിക്കുക. അവരെ മുന്നോട്ട് ജീവിക്കണ്ടേ? ഓൾറെഡി ഉണ്ടായിപ്പോയില്ലേ, കഷ്ടം. അവർക്ക് ആരും ഒന്നും കൊടുക്കില്ല. കച്ചറ ബോക്സിലും അവിടെ ഇവിടെയൊക്കെയാണ് അവർ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തുന്നത്. മാക്സിമം ഇത്തരം ജീവികളെ പുറം ലോകത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ കൊടും ചൂടിലൊക്കെ വെള്ളവും ഫുഡും ഒന്നുമില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നു. എനിക്ക് എൻ്റെ കാഴ്ചയിൽ കിട്ടുന്നതും അങ്ങനെയൊക്കെ ഉള്ള ജീവികളെ ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ജനിച്ചു പോയില്ലേ, ജീവിതകാലം തീരുന്നിടം വരെ എന്തെങ്കിലും കഴിച്ചുകൂടെ? ഇവരെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കഷ്ടമല്ലേ ഇങ്ങനെയുള്ള ജീവികളുടെ ജീവിതം.
അതുകൊണ്ട് മാക്സിമം ഇങ്ങനെയുള്ള ജീവികളെ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ, ജീവികളെന്ന് പറഞ്ഞാൽ ഈ പൂച്ചകളെ പുറത്തൊക്കെ കാണുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സപ്പോർട്ടുകൾ അവർക്ക് ചെയ്ത് കൊടുക്കുക. അവരെ മാക്സിമം സ്പേ ചെയ്യാൻ പറ്റുമെങ്കിലോ റൂട്ടിലൊക്കെ ചെയ്ത് വിടാമെങ്കിൽ അവരുടെ തലമുറകൾ പിന്നെ ഉണ്ടാവില്ല. ഉള്ളവർ എന്തെങ്കിലുമൊക്കെ കഴിച്ചോ, എന്തെങ്കിലും കൊടുക്കുന്നതൊക്കെ കഴിച്ച് അവർ ജീവിച്ച് അവരുടെ ജീവിതകാലം തീർന്നോളും. അപ്പോൾ ഈ സ്ട്രീറ്റ് ക്യാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പിന്നീട് നമ്മളെ ഇവിടെ യുഎയിലായാലും എവിടെയായാലും ഉണ്ടാവില്ല. എല്ലാം മനുഷ്യനാണ് ഇതെല്ലാം ഇതിന് കാരണക്കാരൻ. അപ്പം മനുഷ്യർ തന്നെ വേണം ഇതിനൊരു സൊല്യൂഷനും കാണാൻ വേണ്ടി. അതുകൊണ്ട് കുറച്ചെങ്കിലും മനസ്സിലൊരു നന്മ ഉള്ളവർ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചൊക്കെ പറ്റുന്ന രീതിയിലുള്ള അവനവന് കഴിയുന്ന രീതിയിൽ ഈ ജീവികളെ കാണുമ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു ഫുഡ് നിസ്സാരം 10 രൂപ 20 രൂപ കൊടുത്താലും ഭക്ഷണവും കിട്ടും, ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം ചെയ്യുക. കാരണം ഇവരെ സ്പ്രേ ചെയ്യാനോ ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ പറ്റുന്ന ആൾക്കാർക്ക് ഒന്ന് ചെയ്താൽ അതൊരു നല്ല കാര്യമായിരിക്കും. അവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അധികാരമില്ലേ, ഭക്ഷണം കിട്ടാൻ അധികാരമുണ്ട്. കാരണം ഇവരെ നമ്മൾ തന്നെയാണല്ലോ ഈ തെരുവിലേക്ക് വലിച്ചെറിയുന്നത്, അല്ലാതെ ഇവർ തന്നെ ഉണ്ടായി വരുന്നതല്ലല്ലോ. നമ്മൾ എവിടുന്നെങ്കിലും അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് വളർത്തി. കൊറോണ കാലഘട്ടത്തിലേക്ക് ഒരുപാട് ജീവികളെ ഇങ്ങനെ വളർത്തിയിരുന്ന ആൾക്കാരെ